ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാത്തൊരു ഊട്ടി യാത്ര കഴിഞ്ഞ ദിവസം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സിൻ്റെ ഒരു ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ കൂടെ ഞങ്ങളും ചെറുതായിട്ടൊന്ന് പോയി. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിനോദയാത്രകളെല്ലാം എപ്പോഴെങ്കിലും സംഭവിച്ചാൽ മാത്രം സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചിലപ്പോഴൊക്കെ ഇത്തരം യാത്രകൾ പുതിയ ദൂരങ്ങൾ താണ്ടാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള പുതിയ സ്വപ്നങ്ങൾ നെയ്യാനും അതിനനുസരിച്ച് മുന്നേറാനും ഒക്കെ മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന ഇത്രയും ചെടികളും പൂക്കളും അല്ലാതെ വ്യത്യസ്തമായിട്ടിരിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇരിക്കുന്ന മരങ്ങളാണ്. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളായിരിക്കും. അവർ ഇപ്പോഴും ആ നിൽക്കുന്ന രീതിയിൽ പരിപാലിച്ചെടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് ചിലപ്പം വലിയ പാടുള്ള കാര്യം തന്നെയായിരിക്കും. എന്തൊരു ഭംഗിയാണെന്നറിയാം മരങ്ങൾ കാണാൻ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മരങ്ങളൊക്കെ കണ്ട് വിശാലമായൊരു വലിയ ഗ്രൗണ്ടിലൂടെയൊക്കെ നടന്ന് അതിലൂടെ സന്തോഷമായിട്ട് തുള്ളിച്ചാടി കളിച്ച് കിടക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ തിരിച്ച് നടന്നു. ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് അവരെയൊക്കെ മിസ്സ് ചെയ്യും. പക്ഷെ എത്ര മിസ്സ് ചെയ്താലും അവരെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് ദേ ഈ പൂച്ചക്കുട്ടൻ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ സ്ഥലത്ത് ആ ഹോട്ടലിൻ്റെ മുന്നിൽ കിടക്കുകയാണ് ഇയാൾ. ആൾക്കാരൊന്നും ഇവളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവളുടെ ഇഷ്ടത്തിന് നടക്കുന്നു. പക്ഷേ ഞങ്ങൾ വെറുതെ അവിടെ പോയി ഇരുന്ന് അവളെ ഒന്ന് പാമ്പർ ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ ഞങ്ങളോട് അത്ര ഭയങ്കര കൂട്ട് എന്നുവെച്ചാൽ സത്യം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവൾ കൂടെ ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റുന്നു തോന്നാത്ത രീതിയിലുള്ള കൂട്ട്. പിന്നെ ഹോട്ടലിൻ്റെ ആൾക്കാർ തന്നു വിടാത്തതുകൊണ്ട് അവളെ ഫ്രീ ആക്കി അവിടെ വിട്ടിട്ട് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ യാത്ര മുതുമല ടൈഗർ റിസർവിലേക്കാണ്. അപ്പോൾ മുതുമല ടൈഗർ റിസർവ് എത്തുന്നതിന് മുന്നേ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വിശാലമായിട്ടുള്ളൊരു യൂക്കാലിപ്റ്റസ് തോട്ടമാണ്. മനോഹരമായിട്ടുള്ള 100 കണക്കിന് വർഷം പഴക്കമുള്ള യൂക്കാലിപ്റ്റസ് തോട്ടം. ആൾക്കാരവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും അവിടെ ഇറങ്ങി നിന്നൊരു ഫോട്ടോ എടുത്തിട്ടല്ലാതെ ഒരു മനുഷ്യർ ആ വഴിക്ക് പോകില്ല. നിങ്ങളും എപ്പോഴേലും പോവുകയാണെങ്കിൽ അവിടെ ഇറങ്ങണം കേട്ടോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് മുതുമല ടൈഗർ റിസർവിൻ്റെ അകത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് കുറച്ച് ദൂരം ഒരു 30 കിലോമീറ്ററോളം അകത്തോട്ട് പോയതാണ്. ഞങ്ങളുടെ സമയം ഒരുപാട് ശരിയല്ലാത്തതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളെയൊന്നും കണ്ടില്ല. എന്നാൽ കണ്ട മൃഗങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ ആസ്വദിച്ചു. ഒരുപാട് മാനുകളെ കണ്ടു. മാനുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയും മാനുകളെ ഞങ്ങൾ കണ്ടു. കുറേ മയിലുകളെ കണ്ടു, കുറച്ച് ആനകളെ കണ്ടു. ഒരാന ചെറുതായിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ വന്ന ഒരു പിക്കപ്പ് വണ്ടിയുടെ പുറകെ ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വളരെ മനോഹരമായി ആസ്വദിച്ച് യാത്ര ചെയ്ത് ഒരു ദിവസമായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഊട്ടി യാത്ര. ഏകദേശം രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.